ഹലോ, എൻ്റെ കയ്യിൽ 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കൂൾ ലിപ്പ്. കുറച്ചു കാലമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലും മുതിർന്ന ആളുകളിലും കാണപ്പെടുന്ന ഒരു സാധനമാണിത്. ഡൽഹി, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നിർമ്മിച്ച് കർണാടക വഴി നമ്മുടെ നാട്ടിലേക്ക് എത്തി രഹസ്യമായിട്ട് വിൽക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇത് നമ്മുടെ നാട്ടിൽ ബാൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഉപയോഗവും വിൽപ്പനയും സജീവമായി നടക്കുകയാണ്. ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ചെറിയ തോതിൽ ലഹരി അനുഭവിക്കുകയും എന്നാൽ 1 മാസം കഴിയുമ്പോൾ ആ ലഹരി കിട്ടാൻ വേണ്ടി 4 or 5 എണ്ണം ഒരുമിച്ച് ഉപയോഗിക്കേണ്ടതായ ഒരു അവസ്ഥ നമുക്ക് വരും. കസ്റ്റമേഴ്സിനെ ഇതിനെ അടിമകളാക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. 25-ലധികം രാസവസ്തുക്കൾ ഇതിലുണ്ടെന്നാണ് ഗൂഗിൾ വഴി അറിയാൻ കഴിഞ്ഞത്. ഈ പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഇതിൽ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടില്ല. ഇതൊരു ടൊബാക്കോ പ്രൊഡക്റ്റും എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ വായിലൂടെ രക്തത്തിൽ കലരുകയും DNA-യിൽ മാറ്റങ്ങൾ വരുത്തി കോശങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാവുകയും ഒടുവിൽ ക്യാൻസറിലേക്കും നയിക്കുന്നു. ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ പ്രകാരം ഇത്തരം സ്മോക്ക്ലെസ് ടൊബാക്കോ പ്രതിവർഷം 1,20,000 ഓറൽ ക്യാൻസർ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ഒരുപാട് പേർ മരണമടയുകയും ചെയ്യുന്നു. ഇനി ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് നോക്കാം. ഇത് കൂൾ ലിപ്പിൻ്റെ അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിന് പിന്നിൽ വ്യക്തമായിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. തികച്ചും നാച്ചുറൽ ഹെർബ്സ് ആണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ക്യാൻസറിന് കാരണമാകുന്ന യാതൊരു വസ്തുവും ഇതിൽ അടങ്ങിയിട്ടില്ല. ചോയ്സ് നിങ്ങളുടേതാണ്, ഇതിലേത് തിരഞ്ഞെടുക്കണമെന്നത്.